ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ജാൻമുണിയും അപ്സരയും തമ്മിലാണ് വഴക്കിടുന്നത്. ജാൻമുണി അപ്സരയോട് പറയുന്നുണ്ട്, നീയും അർജുനും നോമിനേറ്റ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ലെന്നും അതെനിക്ക് വിഷമം ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് അപ്സരയോട് ജാൻമുണി വഴക്കിടുന്നത്. അപ്പൊ അപ്സര പറയുന്നുണ്ട്, എന്ത് തെറ്റ് ചെയ്താലും തെറ്റാണെന്ന് പറയുന്നു, നോമിനേറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. നീ ഇങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ ആരും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ജാൻമുണി അപ്സരയോട് സംസാരിക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള ഏരിയൊക്കെ കേട്ടിട്ട് എന്റെ അടുത്ത് വന്ന് സംസാരിക്കലേ എന്നൊക്കെ അപ്സര ജാൻമുണിയോട് പറയുന്നുണ്ട്. ചേച്ചിന് മേലാൽ എന്നോട് സംസാരിക്കരുതെന്നൊക്കെ അപ്സര പറയുന്നത്. എന്നിട്ട് അപ്സര പൊട്ടി കരയുകയാണ്. നേരത്തെ അവിടെയുള്ളവർക്കൊക്കെ അപ്സരനെ കുറച്ചുകൂടി ഇഷ്ടമായിരുന്നു. എന്നാൽ പവർ ടീമിൽ വന്നതിൽ പിന്നെ അപ്സര കുറിച്ച് നെഗറ്റീവ് ആയിട്ടുണ്ട്. അവിടെയുള്ളവർക്കാണെങ്കിൽ ഇപ്പൊ അപ്സരനെ അത്രയ്ക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ ബിഗ് ബോസ് പ്രേക്ഷകർക്കും അപ്സരനെ നേരത്തെ അത്ര ഒരു ഇഷ്ടമാവുന്നില്ല. ഇപ്പൊ കുറച്ച് നെഗറ്റീവ് ആയിട്ടാണ് കമന്റുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നലെ അപ്സരയും ശ്രീതുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലും ഒരു വിള്ളൽ വന്നിട്ടുണ്ട്. ശ്രീതുവിന്റെ കുറ്റം അപ്സര ശരണ്യോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സെന്റൻസ് ഇന്നലെ ഗെയിമിൽ അവിടെ കേൾപ്പിക്കുമ്പോൾ അത് അപ്സരയാണ് ശ്രീതുവിനെ പറ്റി പറഞ്ഞതെന്ന് അറിഞ്ഞപ്പോൾ ശ്രീതു അവിടെ കരയുകയൊക്കെ ഉണ്ടായി. അപ്പൊ അപ്സരയും ശ്രീതുവും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലും ഒരു വിള്ളലുണ്ട്. ഇപ്പൊ ജാൻമുണിയും അങ്ങനെ തന്നെ വഴക്കിട്ടിരിക്കുകയാണ് അപ്സരയുമായിട്ട്. ജാൻമുണി അല്ലെങ്കിൽ ഋഷി പോലെ തന്നെയാണ്. ആരെങ്കിലും നോമിനേറ്റ് ചെയ്താലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാൾ തന്നെയാണ്. ഈ ആഴ്ചത്തെ എവിഷനിൽ ജാൻമുണി പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അല്ലെങ്കിൽ ഇനി പവർ ടീമിലേക്ക് കയറിയ പിന്നെ അടുത്ത ആഴ്ച ഒന്നും പുറത്തു പോകില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതുകൂടാതെ അപ്സരയെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.